അങ്ങോട്ട് മാറിയേ. പൂച്ചക്ക് മീൻ മുറിച്ചിട്ടെല്ലാം കൊടുത്തു. എന്നിട്ട് എന്റെ വയറ് നിറഞ്ഞിട്ട. ചോറ് വരണേ കുറച്ച് കഴിയുമ്പോ. നക്ഷത്രേ ഒന്നാ കടുവിന്റെ ഉപ്പി എടുത്തോളെ ഉണ്ടോ? കടു കഴിഞ്ഞു. അമ്മ വേഗം മെഴുക്ക് വരട്ടിയാക്കട്ടെ, എന്നിട്ട് മീൻകറി ആക്കാം. നമ്മളെ കുറച്ച് കരിയാപ്പല എന്നാ കറിയാക്കുന്നത്. നാരാട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ കുറച്ച് ചോന്ന മീൻ കൊണ്ടുവന്നെ, അതവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു മെഴുക്ക് വരട്ടി ആക്കാൻ വേണ്ടിട്ട്. അച്ഛൻ കേറി ഇരിക്കാറാ. മീനൊന്നും ഇപ്പം വാങ്ങാനാവില്ല, ഭയങ്കര വിലയാണ്. അച്ഛൻ നാരാട്ടൻ ഇനി എന്ത് വിലയായാലും മീൻ വാങ്ങിട്ട് വരും, മീനില്ലാണ്ടാവില്ലല്ലോ. ഞാനെന്നാ ഇത് വേഗം ആക്കട്ടെ. വെള്ളാറ്റും വേണോ? വെള്ളൊന്നും വേണ്ട മോളെ, ഞാനവിടുന്ന് കുട്ടിനെ. അച്ഛൻ മഴയെല്ലാം പോയിന്നല്ലേ തോന്നുന്നല്ലേ? മഴയെല്ലാം പോയിന്നാ തോന്നുന്നേ. നല്ല വെയിലെല്ലാം ഉദിക്കുന്നത്. നല്ല വെയിലെന്ന്. രാവിലെ ഇന്ന് വെയിൽ കണ്ടിട്ട് എല്ലാം ഇളക്കിയിട്ട് വെച്ചോണ്ട് അതെല്ലാം വേഗം ഉണങ്ങും. അതാണ് കറിയാക്കാൻ വൈദ്യന്. ഇപ്പൊ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളെ വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ഉള്ളി, പച്ചമുളക്. തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടട്ടെ. പച്ചമുളക്, കറിവേപ്പില രണ്ട് തന്നെ. നാരായണ മോനെ ഉറങ്ങുന്നുണ്ട് അച്ഛൻ. നല്ല നെയ്റ്റെല്ലാം ഉണ്ടായിനി. മീൻ കൊണ്ടൊന്നില്ല, ഇനി അടി പോവുകയും ചെയ്യില്ല. ചെറിയ പണിയൊന്നല്ല. ഒന്ന് വേണ്ട അച്ഛൻ, ജീവിക്കണ്ടേ. 2-3 ദിവസത്തെ കാര്യം ഭയങ്കര കഷ്ടാണ്, നെയ്റ്റ് തീരുന്നവരെ. അല്ലെങ്കിൽ തന്നെ തലവേദനയാണ്. അപ്പൊ നമ്മളെ ഉള്ളിയും തേങ്ങാക്കൊത്തും മുളകും കറിവേപ്പിലയും ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുറിച്ചു വെച്ച പയർ ഇട്ട് കൊടുക്കാം. അച്ഛാ നേരത്തെ വന്നു അച്ഛാ. ഞാൻ കുറച്ച് സമയമായിട്ട് വന്നിട്ട്. നീ ഉറങ്ങിയതേ? ഞാൻ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി അച്ഛാ. ഭയങ്കര നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഉറങ്ങിട്ട് ക്ഷീണം ഉണ്ടാവും. കുറച്ച് സമയം ഉറങ്ങിച്ചെങ്കിൽ എന്താ കറിയാക്കുന്നേ? മെഴുക്ക് വരട്ടിയാ? സമയം കൊറേ വൈകിയല്ല, വൈകിപ്പോയത്. അലക്കാണ്ടായിനെ പെട്ടെന്ന് ആക്കുന്നില്ല, അച്ഛനും കൂടി കൊടുക്കല. അമ്മ എന്നാ? അമ്മ അവിടെ കിടക്കുന്ന ഉറക്കുന്നുണ്ടാവും, അല്ലെ ഓരോരിക്കാലും എണീച്ചിട്ട് അവിടെ ഇരിക്കും. ഏട്ടൻ പോയി എവിടെയെങ്കിലും? ഏട്ടൻ പഠിക്കുവായില്ല ഇന്ന്. റബ്ബർ ടാപ്പിംഗും ഇല്ലല്ലോ അല്ലെ? മഴ റബ്ബർ ഓർക്കായില്ലല്ലേ? ഏട്ടി പോയി പണിക്ക്? ഏട്ടിയും പോയിന്ന്. ഇന്നലെ വേഗം വന്നേ. ഇന്നലെ നേരത്തെ വന്നിനാ? വേഗം വന്നേ. ചില ദിവസം അത്ര ഉണ്ടാവും ഇന്നലെ പണി. അത്ര ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം മോളെ. വാടിയാ പയർ കുറച്ച് വാടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അടുത്തത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വരുന്നുണ്ട്, ദേശം മതിയാ. നമ്മ മെഴുക്കുവരട്ടിയാക്കല് കുറവാണ് അല്ലേ? ആദ്യം മറ്റേ വറവ് തോരനാക്കല് തേങ്ങയിൽ ഇട്ടിട്ടല്ലേ? ഈ തേങ്ങ കൊത്തിട്ട് തേങ്ങ കൊത്ത ഇത് തേങ്ങ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ടേ. അപ്പം നമ്മുടെ ചുവന്ന മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ അച്ഛനും നമുക്കും വിളമ്പിട്ട് കൊണ്ട് കൊടുക്കട്ട്. ചോറ് വയ്ക്കുന്നില്ലേ? 1:30 അതാ മീൻകറി വെക്കുന്നുണ്ട്. അതിപ്പോ ഓള് കൊണ്ടു തന്നിട്ട് കഴിച്ചാ പോരെ? എന്നിട്ട് കഴിച്ചാ മതി. മതി. ചോറ്
വെള്ളം കണ്ടല്ലേ കറി എങ്ങനെയുണ്ട് അച്ഛാ? കറി നല്ല കറിയാണ്. എങ്ങനെയുണ്ട് മേ? നല്ല തന്നെ. എടുത്തിട്ട് പുളിശ്ശേരി വെച്ചിന്. നമ്മളെ കറി മീൻകറി മെഴുക്കുവരട്ടി. പുളിക്കറി വേണം കത്താറ. അച്ഛാ എന്നൊരു ചാട്ട കൊടുത്തേ താത്ത അമ്മേ. അപ്പൊ ഇന്ന് നമ്മളെ ഉച്ചയൂണ് കഴിക്കലായി. ഞാനും അച്ഛനോ കഴിക്കുന്നു. മെഴുക്കുവരട്ടിട്ടാ. മെഴുക്കുപുരട്ടി, മീൻകറി. അപ്പോൾ നഷു എൻ്റെ കൂടെ ഇന്ന് ഇരിക്കാനുള്ള പ്രധാന കാരണം ഇതാണ് കേട്ടോ, പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത്. എല്ലാച്ചോ അച്ഛന് ഇടക്കിടക്ക് നിന്ന് എടുത്തു കൊടുക്കണം. ഇടക്കിടക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത്. മാങ്ങയാണ് ഇത് മറ്റേ ഇതാണ്, എന്താണ്, പുളിമാങ്ങ. പുളിയമാങ്ങ, പടുമാങ്ങ എന്ന് പറയുന്ന മാങ്ങ മുട്ടി കേട്ടാ. ഒരാൾക്ക് ഹായ് എന്ന് പറയണ്ടല്ലോ. സംഗീത വിനീഷ്, സംഗീത വിനീഷ് നമ്മളെ വീഡിയോ കാണുന്നതാണ്. കമന്റ് ഇട്ട് ഹായ് എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഹായ് എല്ലാവർക്കും, കുടുംബത്തിന് എല്ലാവർക്കും ഹായ് കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ്. ഇനി ഒരാളെ ആവണ്ട, എല്ലാവർക്കും ഹായ്. എന്നാ പിന്നെ കഴിക്കാ, കഴിച്ചു നോക്കിയാ. ആദ്യം അതാ കഴിക്കല്. ഇനി അവളെ ആദ്യം അതാ കഴിക്കല്. എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ. ഓള് ഇഷ്ടപ്പെട്ട സാധനം ഓള് കഴിച്ചു. തൈരുണ്ട് അല്ലേ? തൈരെടുത്തോ. നീ ഇപ്പഴ കഴിക്കുന്നില്ലേ? നവലിനൊപ്പം കഴിക്കുന്നു. നവലും കഴിക്കാൻ വന്നിട്ടാ. നവല് നേരത്തെ ഒന്നും കഴിച്ചിനി അല്ലേ? നവല് പുട്ട് കഴിച്ചു നേരത്തെ, അതുകൊണ്ട് വിശക്കുന്നില്ലല്ലോ. നവലിന് ഇടക്കിടക്ക് എല്ലാം ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ നിൽക്കാതെ. ഓ എല്ലാ സമയത്തും അങ്ങനെ വീഡിയോ നിൽക്കുന്നു. ഓ വീഡിയോ നിൽക്കാൻ അങ്ങനെ താല്പര്യമില്ല അല്ലേ? താല്പര്യം മടിയാണ്. അത് പിള്ളേർക്ക്, പ്രത്യേകിച്ച് ആമ്പിളർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുമല്ലേ. ഒരു 8ാം ക്ലാസ്സിലെ പിള്ളേർക്കൊന്നും ചിലപ്പോൾ മടി ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നല്ല ഇതാവുമായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് കേട്ടാ, അല്ലാണ്ട് ഓനോട് സ്നേഹമില്ല അതുകൊണ്ടൊന്നല്ല. എല്ലാ മക്കളും നമുക്ക് ഒരേ പോലല്ല അല്ലേ? നിക്കായിട്ടാണ് നമുക്ക് അങ്ങനെ പിടിച്ച് നിർത്തിക്കാൻ കഴിയില്ല. താല്പര്യം വേണ്ടല്ലേ, അങ്ങനെ ഏർത്തി അങ്ങനെ നിൽക്കില്ലല്ലോ. താല്പര്യമില്ലവരെല്ലാം ഇതിന് നിർത്തിക്കാൻ പറ്റൂലോ. താല്പര്യമില്ലാത്തവരെങ്ങനെ പിടിച്ച് നിർത്തിക്കേണ്ട സാധനമൊന്നുമല്ലല്ലോ വീഡിയോ. അതുകൊണ്ടാണ് കേട്ടാ. എന്നാൽ പിന്നെ ഞാനും കഴിക്കട്ട്. ആദ്യം നമ്മുടെ ഇന്നത്തെ മെഴുക്കുപുരട്ടി നോക്കട്ടെ. മെഴുക്കുപുരട്ടി ചോറിലിടാം. അത്രേ ഇല്ലു കേട്ടോ, മെഴുക്കുപുരട്ടിയും ചോറും. നല്ല മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിലവർ തിന്നുമ്പോൾ ഭയങ്കര സൗണ്ടാന്ന് പറയുന്നുണ്ട്. ആരേട്ടന് സൈലന്റ് ആയി തിന്നാനേ അറിയില്ല. അത് ചമക്കുന്നുണ്ടോ കേട്ടോ, നല്ലവണ്ണം ചവച്ചരച്ച് തിന്നുകൊണ്ടാണ്. കുറച്ച് കൂടുതൽ മുമ്പേ അങ്ങനെ ശീലമായി പോയി കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. അപ്പുറത്തെ റൂമിലേക്ക് അപ്പുറത്തെ വളപ്പിലേക്കെല്ലാം കേൾക്കും ആരുടെ ചോറിണോ. ഞാൻ നല്ലവണ്ണം ചവക്കും ഞാൻ, അപ്പം അല്ലോണ്ട് അതൊന്നും എത്ര സൗണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മുടെ മീൻകറി കുറച്ച് മെഴുക്കുപുരട്ടി. നഷു മാങ്ങയെല്ലാം തിന്ന് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ചിട്ടൊന്നുമില്ല. അതിന് വേണ്ടിട്ട് തന്നെ ഇരുന്നില്ലേ. പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത്. പഴുത്ത മാങ്ങ നമ്മ ഉപ്പിലിടാറുണ്ട്. മധുരം പുളി ഉപ്പെല്ലാം പോവും, നല്ല ടേസ്റ്റാണ്. അതായത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അതിനോട്. ചോന്നമീൻ്റെ ഒരു കഷ്ണം എടുക്കുക. തേങ്ങാക്കൊത്തുണ്ടല്ല കിട്ടിയിട്ട് എനിക്ക് മീൻ്റെ കഷ്ണം. എന്താ തേങ്ങാക്കൊത്ത് ഇതല്ലേ? ഇതാ കുറച്ച് മെഴുക്കുപുരട്ടി എല്ലാം കൂടി മിക്സ് ആക്കി വന്നേക്കാം. തയ്യാറാക്കി.
കുറച്ച് തൈര്. മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ തൈരും ഇതുപോലത്തെ മെഴുക്കുരുട്ടിയും ഉണ്ടാവും. വേറെ കറിയൊന്നും ഉണ്ടാവില്ല. ആ തൈര് കണ്ടപ്പോൾ ഇങ്ങനെ മെഴുക്കുരുട്ടി ഇട്ടിട്ട് കുഴച്ചിട്ട്. കടന്നപ്പള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ഒരു പാർക്കാണ് നമ്മളെ സ്കൂൾ, കടന്നപ്പള്ളി ഹൈസ്കൂള്. അവിടെ പോയിട്ട് ആ പാർക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും. ക്ലാസ്സില്ല, നമ്മൾ പുറത്ത് പോയിട്ട് നല്ല പരിങ്കാവിലുണ്ടാവും നമ്മളെ കശ്മാവ്, അതിൻ്റെ ചുവട്ട് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ ആ സൂണ്ടല്ല. പാർക്ക്, അത് പാർക്ക്, ഇത് പാർക്ക്. പാർക്ക് അത് പാർക്കടേ. ഈ തൈരും മെഴുക്കുരുട്ടിയും കൂട്ടി കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തൈരും മെഴുക്കുരുട്ടും കഴിക്കുമ്പോൾ പഴയകാല സ്കൂൾ ജീവിതമാണ് ഓർമ്മ വരുന്നത്. കടന്നപ്പള്ളി സ്കൂളിൽ പോയതല്ലേ. എന്നാ പിന്നെ നമ്മൾ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. അശോക് താത്ത.